ഹലോ ഗൈസ്, നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ ബിഗ് ബോസ് സീസൺ 8-ൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളും വരുന്ന ആ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരെക്കുറിച്ചും ഏകദേശമായൊരു ധാരണയുള്ള ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിങ്ങും ടെലികാസ്റ്റുമാണ്. അഗ്നിപരീക്ഷയുടെ സെറ്റുകൾ കൊച്ചിയിലെ കളമശ്ശേരിയിൽ ആണ് ഒരുങ്ങുന്നത്. അവിടെ തന്നെ ആയിരിക്കും ഈ മെയിൻ ഷോയുടെയും ഷൂട്ടിംഗ് നടക്കുന്നതെന്നാണ് ഇതുവരെയുള്ള വിവരം. അപ്പോൾ കേരളത്തിൽ വെച്ച് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഷോയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോയുടെ ചിത്രീകരണം നടക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഹോസ്റ്റും ജഡ്ജിങ് പാനലും ഉണ്ടായിരിക്കും. ഈ ജഡ്ജിങ് പാനലിൽ വരുന്നത് മുൻ ബിഗ് ബോസ് സീസണുകളിലെ വിജയികളായിട്ടുള്ളവരായിരിക്കും. അതിൽ ആദ്യത്തേത് സീസൺ 1-ലെ സാബുമോനായിരിക്കും. മറ്റൊരാൾ സീസൺ 6-ലെ വിന്നറായ അഖിൽമാരായിരിക്കും. കൂടാതെ രഞ്ജിനി ഹരിദാസ്, ശ്വേത മേനോൻ, ജാസ്മിൻ ജാഫർ, നാദറ മെഹ്റിൻ ഇവരുടെയൊക്കെ പേരും കേൾക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഹോസ്റ്റായിട്ട് വരുന്നത് മുൻ സീസണിലെ വിജയികളായിട്ടുള്ള ദിൽഷ പ്രസന്നൻ അല്ലെങ്കിൽ അനുമോള്. ഇനി അവർ രണ്ടും അല്ലെങ്കിൽ റനീഷ റഹ്മാൻ. ഈ റനീഷ റഹ്മാനും നമുക്കറിയാം ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇവരെ മൂന്ന് പേരിൽ ഒരാളാണ് ഈ അവതാര ഹോസ്റ്റായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റുണ്ട്, മത്സര രീതിയുണ്ട്. ഓൺലൈൻ ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത കോമണർ മത്സരാർത്ഥികൾക്കായിട്ട് 10 മുതൽ 15 എപ്പിസോഡുകൾ നീളുന്ന കഠിനമായ ടാസ്കുകൾ ഈ ഷോയിലുണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കൂട്ട് കോമണേഴ്സിൻ്റെ എൻട്രി അത്ര എളുപ്പമല്ല. 5 പേരാണ് വരുന്നതെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഓക്കെ, ഇവരെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അഗ്നിപരീക്ഷയിലെ ജഡ്ജിമാരുടെ വിലയിരുത്തലും കൂടാതെ നമ്മളുടെ വോട്ടിങ്ങിലൂടെ ആയിരിക്കും 5 പേര് നേരിട്ട് ബിഗ് ബോസിൻ്റെ മെയിൻ ഹൗസിലേക്ക് എൻട്രി ആവുന്നത്. പിന്നെ ഇനി ഇതിനകത്തെ മത്സരാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ആരൊക്കെയായിരിക്കും എന്നുള്ളത്. ഹസീം കെ തങ്ങൾ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസുകളിലെയും ശ്രദ്ധേയനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഗൂഗിളിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമില്ല. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ റീൽസ് വീഡിയോകളും വ്ളോഗും ഒക്കെ ചെയ്തിട്ട് ഫോളോവേഴ്സിനെ നല്ല രീതിയിൽ നേടിയെടുത്ത ഒരാളാണ് യദു കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മൂന്നാമത്തെ ആൾ ഡോക്ടർ അൻവർ ശരത്ത്. ഇദ്ദേഹം ഈ സമകാലിക വിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകൾ വ്യക്തമാക്കുന്ന പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ആളെക്കുറിച്ചും ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഫോട്ടോ കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടില്ല, ഈ ലിസ്റ്റൊന്നും അന്തിമ ലിസ്റ്റായിട്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം പ്രഡിക്ഷനാണ്. ലാസ്റ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണിത്. അതുകൂടാതെ ബിഗ് ബോസ് സീസൺ 8-ൻ്റെ പ്രധാന വിവരം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന തീയതിയാണ്. പ്രീ ഷോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഗ്നിപരീക്ഷ ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാക്കി ബിഗ് ബോസ് മലയാളം സീസൺ 8-ൻ്റെ പ്രധാന ലോഞ്ച് 2026 സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പറഞ്ഞല്ലോ, നേരത്തെയൊക്കെ ചെന്നൈയിലും മുംബൈയിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മളുടെ കൊച്ചിയിലെ കളമശ്ശേരിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതാണെന്നാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ള. അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഈ ബിഗ് ബോസ് സീസൺ 8-ൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള പ്രമുഖ സെലിബ്രിറ്റികളുടെ വിവരം പറയാം. ഈ സെലിബ്രിറ്റികളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ടെലിവിഷൻ സീരിയൽ താരങ്ങൾ തന്നെയാണ്. അതിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ എല്ലാവർക്കും അറിയാം. തട്ടിയും മുട്ടി സീരിയലിലൂടെയൊക്കെ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സിദ്ധാർത്ഥ് പ്രഭു. രണ്ടാമത്തത് ഗൗരി ഉണ്ണിമായ ഉപ്പും മുളകും ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്തിടെ മാറിയത് ബിഗ് ബോസിലേക്ക് പോകാനാണെന്ന് വരെയൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്തത് ഐശ്വര്യ റാംസായിയെ നമുക്കറിയാം. മൗനരാഗ് വന്ന സീരിയലിൽ ആദ്യം ആ ചെറിയ കുട്ടിയായിട്ട് സംസാരിക്കാത്തൊരു കുട്ടിയായിട്ട് വന്ന കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നല്ലൊരു ആക്ട്രസ്സാണ് ആ കുട്ടി. അടുത്തത് വിവേക് ഗോപന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരസ്പരം സീരിയലിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. കൂടാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. അടുത്തത് ജീവൻ ഗോപാലിനെ നമുക്കറിയാം. ഹാപ്പി കപ്പിൾസ് തുടങ്ങിയ ആ ഷോകളിലൂടെ ശ്രദ്ധേയനായ ഒരാളാണ്. പിന്നെ ചില മൂവികളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മളുടെ സീസൺ 7 വിന്നർ അനുമോളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും ഉണ്ട്. അവരുടെ ലിസ്റ്റൂടെ നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം കാണുന്ന പേര് ലക്ഷ്മി നക്ഷത്രയാണ്. ലക്ഷ്മി നക്ഷത്ര എല്ലാവർക്കും അറിയാം. ആസ് യൂഷ്വൽ സ്റ്റാർ മാജിക്കിലൂടെ ആ ഒരു ഗെയിം ഷോയിലൂടെ നല്ല രീതിയിൽ ആരാധക വൃന്ദം ഉള്ള ഒരു TV ആർട്ടിസ്റ്റും ഹോസ്റ്റും കൂടെയാണ് ലക്ഷ്മി നക്ഷത്ര. പിന്നെ അടുത്തത് സഞ്ജു ടെക്കിയാണ്. സഞ്ജു ടെക്കിയെ ഞാൻ അറിയുന്നത് തന്നെ മറ്റേ MVD ആയിട്ടുള്ള ആ ഒരു വിവാദങ്ങളിലൂടെയാണ്, മോട്ടോർ വാഹന വകുപ്പുമായിട്ട് നടത്തിയിരുന്ന പ്രശ്നങ്ങളിലൂടെയാണ്. അടുത്തത് കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള ആ ഒരു ഷോയുടെ ഹോസ്റ്റാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വ്ളോഗിലൂടെ അവതരണത്തിലൂടെയൊക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടും ലക്ഷക്കണക്കിന് ആരാധകരും, നാക്ക് തെറ്റുന്നുണ്ട് ക്ഷമിക്കണേ, ആരാധകരുമുള്ള ഒരു ആളാണ് കാർത്തിക് സൂര്യ. പിന്നെ അടുത്തത് ജാസിയാണ്. ജാസിയെ എല്ലാവർക്കും അറിയാം. മോഡലിങ്ങും ഇൻസ്റ്റാഗ്രാം റീൽസും എന്നിവയിലൂടെയൊക്കെ അറിയപ്പെടുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങളിലും വന്ന് നിറയാറുണ്ട്. അപ്പം ജാസി എല്ലാവർക്കും അറിയാം. പിന്നെ അടുത്ത ആളും വിവാദങ്ങളുടെ ഒരു കളിത്തോഴനെന്ന് പറയുന്നത് അലൻ ജോസ് പെരേരയാണ്. അലൻ ജോസ് പെരേര ഈ പറഞ്ഞുകൊണ്ട് സൈബറിടങ്ങളിൽ കുറേ വീഡിയോകളൊക്കെ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എന്തെങ്കിലും പൊട്ടത്തരം പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ട് ഈ പറയുന്ന കൂട്ടൊക്കെ തന്നെ വൈറലാകുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് തൊപ്പിയാണ്. തൊപ്പിയെ നമുക്കറിയാം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിലും തൊപ്പി അതിൻ്റെ ഒരു പാർട്ടാണ്. തൊപ്പിയെ കാണാതൊക്കെ ആയിരിക്കുകയാണ്. തൊപ്പി ഇനി ബിഗ് ബോസിനകത്താണെന്ന് തന്നെയാണ് സംസാരം. അപ്പം തൊപ്പിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ അതുകൂടാതെ വരുന്ന പ്രമുഖ വ്യക്തികളെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇൻ്റർവ്യൂകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പ്രമുഖ അഭിമുഖക്കാരനാണ് രോഹൻ ലോണ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അടുത്തത് ആതിര ഡി നായരാണ്. ആതിര ഡി നായർ നമുക്കറിയാം, സിനിമാ നടിയാണ്. ഇപ്പോൾ കൂടാതെ BJPയുടെ ഇലക്ഷൻ നിന്ന ഒരാളാണ്. ഒപ്പം ഒരു പാട്ടുകാരിയുമാണ്. അതുകൂടാതെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ പാർവതി ബാബു. അതും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയായ ഒരു ഹോസ്റ്റും ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. പിന്നെ അടുത്ത് വരുന്ന ആളുടെ പേരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഊണിലും ഉറക്കത്തിലും അറിയാവുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. നമുക്ക് TV കാണുന്നവർക്കെല്ലാം അറിയാം. ദിലീപ് പാവന വിഷയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ TVയിൽ വന്നിരുന്ന് അഭിപ്രായം പറയുകയും കുറേ പേരുടെയൊക്കെ വിമർശനത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ വന്ന് അഭിപ്രായം പറയും. ഇതൊക്കെ ബിഗ് ബോസിലോട്ട് വന്ന എന്തോ കാണിച്ചു കൂട്ടും, അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാണാനായി വെയിറ്റ് ചെയ്യാം. ഇനിയും അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ റെമ്യൂണറേഷനാണ്. നമുക്കറിയണമല്ലോ ഇവരൊക്കെ എത്ര രൂപ വീതം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ആ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.